നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. അത് വിഷമം എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ആ വിഷമം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മനസ്സിനെയാണ് ബാധിക്കുന്നത്, അല്ലേ? നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു, വല്ലാത്തൊരു ഫീലിങ്, സങ്കടം വരുന്നു. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒന്നാണ്. അതൊക്കെ മാറ്റിയെടുക്കാനും അതിൻ്റേതായ രീതി ആവശ്യമാണ്. പക്ഷേ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന വേദന, ഇപ്പോൾ ഒരു അസുഖങ്ങൾ മൂലം നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന വേദന, അത് അസുഖം മൂലമാണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ രണ്ട് വേദനയും പറഞ്ഞു. ഒന്ന് മനസ്സിനുണ്ടാകുന്ന വേദന, ഒന്ന് അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദന. മറ്റൊന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നുണ്ടാകുന്ന വേദന എന്താണ്. മറ്റുള്ളവരാൽ നമുക്ക് ലഭിക്കുന്ന വേദനയുണ്ട്. മറ്റൊരാൾ അടിക്കുന്നു, ഇടിക്കുന്നു, ഇല്ലേ? മറ്റുള്ളവർ നമ്മുടെ ശരീരത്തെ നോവിക്കുന്നു എന്നുള്ളതാണ്. കുറേ ദിവസം കൊണ്ട് ഓരോ പോലീസുകാർ ഇങ്ങനെ ഓരോരുത്തരെ മർദ്ദിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ ഒരുപാട് കാണിക്കും. ഇതിപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. എനിക്ക് വലിയ ആഗ്രഹമുള്ള ഒരു മേഖലയായിരുന്നു ഒരു പോലീസുകാരി ആവണമെന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ. മറ്റ് ഒന്നുമല്ല ഞാനത് വിചാരിച്ചത്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, സാധാരണ ആളുകൾ നമുക്ക് കിട്ടുന്ന ഒരു ബഹുമാനം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അറിഞ്ഞെടുത്തോളം എൻ്റെ ഫ്രണ്ട്സായാലും പറഞ്ഞു, തനിക്കൊന്നും പറ്റിയ മേഖലയല്ലടൂ അത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്താണ്, എൻ്റെ രീതി എന്താണ് എന്ന് അവർക്കറിയാവുന്നതുകൊണ്ടായിരിക്കാം. ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും പറയാറുണ്ട്. കാരണം അവരുടെ ഡ്യൂട്ടി ടൈം ആയാലും ഈ അലച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനങ്ങപ്പം ഒന്ന് രണ്ട് പേരോട് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരോടൊക്കെ തന്നെ ചോദിക്കുമ്പോഴും അവർക്കൊക്കെ വളരെ സ്ട്രെസ്സ് കിട്ടുന്ന ഒരു ജോലി കൂടിയാണ് എന്ന് പറയുന്നതൊക്കെ. നമ്മളെന്തായാലും ആ മേഖല വേണ്ടാന്ന് വെച്ചു. നമ്മുടെ മേഖല ഇതാണെന്ന് നമ്മൾ ഒരു സമയത്തെത്തിയപ്പോഴത്തേക്കും മനസ്സിലായി നമ്മുടെ മേഖല ഇതാണ് എന്നുള്ളത്. അങ്ങനെയാണ് പഠിപ്പിക്കലൊക്കെ ആയിട്ട് പോകുന്നത്. നമുക്ക് അറിയാം നമ്മളെ സംരക്ഷിച്ച് നിർത്തേണ്ടവരാണ്, അല്ലേ? നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ ഒരു സംരക്ഷണം നൽകുക എന്ന രീതിയിലാണ് ഈ പോലീസ് എന്ന് പറയുന്ന ഒരു സേനയെ വെച്ചിരിക്കുന്നത്. പിന്നെ രാജ്യത്തിന് സംരക്ഷണം നൽകുക എന്ന രീതിയിൽ മറ്റു ഫോഴ്സുകളുണ്ട്. അപ്പോൾ ഈ പോലീസ് എന്ന് പറയുമ്പം ഏറ്റവും ചെറിയൊരു കാര്യത്തിന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആളുകളാണ്, അല്ലേ? ചില മനുഷ്യർക്ക് ഈ പോലീസിനെ ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് പേടിപ്പിച്ച് നിർത്താനും ഇനി ഒരു വഴക്കും ബഹളമൊക്കെ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈ ഒരു ആളുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത വെറും നിരപരാധികളായി മാത്രം ജീവിച്ച് വെറുതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്, പാവങ്ങൾ. അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അനാവശ്യമായ ഓരോ കേസുകളിൽ പെടുത്തുകയുണ്ടാകും. അത്രയും ഇപ്പം കുറേ കേൾക്കുന്നുണ്ട്. ഉരുട്ടിക്കൊല എന്ന കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്തായിരിക്കും ആ ഉരുട്ടിക്കൊല എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് ഊഹിച്ചെടുക്കാം. അതൊക്കെ ഭയങ്കര പ്രശ്നമായി. അത് കേസ് വർഷങ്ങളോളം ഒരമ്മ തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് പുറകെ നടന്ന് അവസാനം അമ്മയ്ക്ക് നീതി ലഭിച്ചു, വർഷങ്ങൾ താണ്ടി. പിന്നെ ആ പോലീസുകാരെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടു. പക്ഷേ നമ്മുടെ നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്. അതിലൂടെയൊക്കെ അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ രക്ഷപ്പെട്ടു പോകും. അത് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം. നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന രണ്ട് ഭാഗക്കാരാണ്. ഒന്ന് വക്കീലന്മാരും ഒന്ന് പോലീസുകാരും. പോലീസുകാർക്ക് ആരോടെങ്കിലും ഒരു ശത്രുത തോന്നിയാൽ അവർക്കറിയാം ഇതെവിടെ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാമെന്ന്. അതുകൊണ്ട് ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഹുങ്ക് മിക്ക പോലീസുകാർക്കും ഉണ്ട്. പിന്നെ സാധാരണ മനുഷ്യരുണ്ട് കേട്ടോ, സാധാ രീതിയിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ എനിക്ക് അപ്പുറത്തൊരു ഒരു പോലീസുകാരൻ അങ്ങനെ ഞാൻ ചിരിച്ചു. പോലീസുകാരനൊക്കെ നമുക്കറിയാവുന്നതാണ്. ചിരിച്ചു, നമ്മളോടും ആ ഒരു ചിരി നമുക്കും തന്നു. അപ്പം എനിക്ക് മനസ്സിലായി ചില പോലീസുകാരോടൊക്കെ നമ്മളെ നോക്കുന്നത് തന്നെ എന്തോ വലിയ ആളുകളാണെന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് പോലീസുകാരെ പേടിക്കണോ വേണ്ടയോ എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഈശ്വരനെ പോലും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോഴും
ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോ മനുഷ്യരെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചൻ്റെ കാര്യം പറഞ്ഞു. അത് ഓട്ടോ ഓടിക്കുകയാണ്. അതിനെ ഇതുപോലെ തന്നെ കൊണ്ടുപോയി. അപ്പം അതിനെ ഉപദ്രവിച്ചു. അത് ലാസ്റ്റ് ചേർത്ത് നിന്നു. ആ സമയത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എൻ്റെ ശരീരം വേദനിക്കുന്ന പോലെ തന്നെ മറ്റൊരാളെ ഞാൻ ഉപദ്രവിച്ച് അവർക്കും വേദന എടുക്കുന്നത്. കുറേ നേരം കഴിയുമ്പോൾ അവരെന്താണ് തിരിച്ച് പ്രതികരിച്ചു. അതിൻ്റെ പേരിൽ വീണ്ടും തല്ലുകിട്ടി. ലാസ്റ്റ് ഇപ്പം ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതിന് ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് പറയുന്നത് അതിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി, ഇങ്ങനെ രോഗിയായ ഒരാളെ വേണ്ടാന്ന് കരുതി. എന്താണെന്ന് അതിലൊന്നും നമുക്കറിയില്ല. അവർ പറയുന്നു, നമ്മൾ ഒരു സൈഡ് മാത്രം കേൾക്കുന്നു, അവർ പറയുന്നത് വിശ്വസിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സുപ്രീമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഒരു തോന്നൽ മിക്ക പോലീസുകാർക്കും ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സ് മനസ്സിലിങ്ങനെ കിടന്ന് ആ പ്രഷറിൻ്റെ അങ്ങേയറ്റം നിൽക്കുമ്പോഴായിരിക്കാം ഒരു വ്യക്തിയെ കൈ കിട്ടുന്നത്. അപ്പം ആ പ്രഷർ തീർക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം തീർക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള പാവങ്ങളെ ഒരു കരുവാക്കി മാറ്റുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് പേര് ഇങ്ങനെ ഈ പോലീസിൽ തന്നെ ഒരുപാട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇടയ്ക്കൊക്കെ ഒരുപാട് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. കാണാൻ പോകുന്നു, വീട്ടിൽ ചെന്നിട്ടില്ല, മാറി നിന്നാണ് ജോലിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഓഫീസിലേക്ക് വന്നാൽ, സ്റ്റേഷനിലേക്ക് ചെന്നാൽ സ്റ്റേഷനിലേക്ക് ജോലിയും കാര്യങ്ങളും, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സാവാം ഒരുപക്ഷെ ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലും ശ്രദ്ധിക്കാതെ അവർ ദേഷ്യമായിട്ട് പുറത്തേക്ക് പോകുന്നതെന്ന് തോന്നും. അപ്പോൾ അവരും മനുഷ്യരാണ്, പോലീസുകാരും മനുഷ്യരാണ്. ഇവർക്ക് ഈ യൂണിഫോമൊക്കെ ഇട്ട് രാവിലെ തൊട്ട് ഈ വേഷത്തിൽ നടക്കണം, പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകണം, സംസാരിക്കണം, എടുക്കണം, 100 പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് വല്ല പ്രശ്നക്കാരെയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വരെയുണ്ട്. എത്രയോ പോലീസുകാർക്കൊക്കെ കത്തിക്കുത്തുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങളും ജോലിയുടെ സ്ട്രെസ്സും എല്ലാം കൂടെ അവരെ മാനസികമായിട്ട് ഒരുപാട് തകർക്കുന്നുണ്ടാവാം. അപ്പം ഒരുപക്ഷെ അതും ഒരു പ്രശ്നമാകാം. ഒന്നുമില്ലെങ്കിൽ തൻ്റെ ജോലി ഇതാണ്, തന്നെ എല്ലാവരും പേടിക്കണം, താൻ പറയുന്ന കേൾക്കണം, താൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇടിക്കാം എന്നുള്ളൊരു പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ തല്ലും, ആരാ ചോദിക്കാനും, ഞങ്ങളുടെ അടുത്ത് എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കള്ളക്കേസിൽ കൊടുക്കും. ഈ ഒരു മനസ്സോടെ ഇരിക്കുന്ന ഒരു മനോഭാവമുള്ള കുറേ മനുഷ്യർ കാണും. മൊത്തത്തിലുള്ള കാര്യം പറയുന്നത് കുറച്ച് പേര് അങ്ങനെ കാണും. അവർക്ക് പ്രത്യേകിച്ച് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവരുടെ ഒരു രീതി അതായിരിക്കും, മനസ്സ് അങ്ങനെ ആയിരിക്കും. പിന്നീടുള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ജോലിയുടെ പ്രഷറും വീട്ടിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും സമ്മർദ്ദങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ആവാനാണ് ചാൻസ്. അപ്പോൾ ഇവരോടൊക്കെ തുറന്ന് സംസാരിക്കാൻ, ഇവരോടൊന്ന് മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ് അതും കൂടെ ശ്രദ്ധിക്കണം. മറ്റൊരു ഫീൽഡിലും ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഇവരുടെ ഇതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പോലീസുകാരുടെ. അപ്പം നമ്മളൊരിക്കലും അവരെ മോശമായിട്ട് കാണാനും പറ്റില്ല. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുക കൂടി വേണം അല്ലേ. മറ്റൊരു ജോലിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ ജോലിക്ക്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അടുത്ത ഫ്രണ്ടാണ്, അവളുടെ ഹസ്ബൻഡ് പോലീസിലാണ്. അപ്പം പറയുന്ന കേൾക്കാം, ഇങ്ങനെ ജോലിയുടെ കാര്യം ചിലപ്പം സ്റ്റേഷനിലോട്ടൊക്കെ മാറുന്നതിന് മുമ്പ് ഈ ക്യാമ്പിലാവുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ ഓർക്കാം, നാളെ കല്യാണത്തിന് അതിനടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങിയിരിക്കുമ്പോഴായിരിക്കും വിളി വരുന്നത് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലരൊക്കെ ഇതൊക്കെ വീട്ടിലുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഒരിടത്ത് പോകാനെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നാളെ പോകാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോലി, അപ്പോൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ അതൊരു പ്രശ്നമായി മാറും, അതൊരു കലഹത്തിലേക്കൊക്കെ പോകും അല്ലേ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ചിലപ്പം രാത്രി ഡ്യൂട്ടി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പം ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നതും, ഈ യാത്രയും ഒക്കെ പല സ്റ്റേഷനിലാവും മാറി ദൂരേക്ക്
മാറ്റം കിട്ടുമ്പോൾ അങ്ങോട്ട് പോകുന്നത്, കുടുംബത്തിൽ നിന്ന് വിട്ട് താമസിക്കേണ്ടി വരുന്നത്, അങ്ങനെ സമയത്ത് ആഹാരം കഴിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചിലപ്പം സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്നു അല്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട്. അപ്പം മറ്റു ജോലിയെക്കാട്ടിൽ കൂടുതൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളും ഇവരുടെ ഇതിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഒരു സർവേയിലൂടെയെങ്കിലും നമുക്ക് തിരക്കിയാൽ അവർക്കൊരു പക്ഷേ പറയാൻ പറ്റും എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനം. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി, ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ മാനസിക ഉല്ലാസത്തിനായിട്ട് മനസ്സിലെ സ്ട്രെസ് ഒന്ന് ഫ്രീ ആക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഇവരുടെ ഈ ദേഷ്യത്തിലുണ്ടാകുന്ന ആ ഒരു വർധനവ് കുറഞ്ഞു കിട്ടും. ആ സ്ട്രെസ്സ് ഫ്രീ ആകുമ്പം സാവധാനത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും മറ്റുമുള്ള മനസ്സ് ഉണ്ടാവും. അപ്പം പതുക്കെ പ്രശ്നങ്ങളും കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോഴുണ്ടാകുന്ന ആ സ്ട്രെസ്സാണല്ലോ പലപ്പോഴും പ്രശ്നങ്ങൾ വേറെ വഴിയിലേക്ക് പോകാനുള്ള കാരണമായി മാറുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ഭാഗം എന്താണെന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഒരാൾക്ക് വന്നെങ്കിൽ നാളെ ഇന്ന് ഒരു പ്രതിയാക്കി അല്ലെങ്കിൽ ഒരാളെ പ്രതിയാക്കി മാറ്റി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെ പണിഷ്മെൻ്റ് അവർക്ക് കിട്ടും, അത് എന്താണ്, ഏത് രീതിയിൽ അതിൽ മാറ്റിയെടുക്കാം എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷേ അത് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഉള്ള കാര്യം നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് പാവം പിടിച്ച മനുഷ്യരൊക്കെ ഇതുപോലുള്ള മർദ്ദനങ്ങൾ നേരിടേണ്ടി വരും. അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഭാവിയിലേക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് യഥാർത്ഥത്തിലുള്ളത്? ക്രിമിനലുകൾ ആണെങ്കിൽ അവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, ഒരാളോട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ അവർക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം പറയുന്നതാണ്. എങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ച് കണ്ട് അറിഞ്ഞ് അവരുടെ പ്രശ്നത്തിൽ ഒന്ന് ഇടപെട്ട് അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയാൽ ഒരു പക്ഷേ അത് അവർക്കും നല്ലതാകും, ജനങ്ങൾക്കും അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ അതിനും കൂടി ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് അല്ലേ, ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവരാരെങ്കിലുമൊക്കെ ഒരു സർവേ പോലെ, ഇപ്പോൾ മുഖം കാണിക്കണമെന്നൊന്നുമില്ല, ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലാതെ ചെയ്യാമല്ലോ. ചോദിച്ച് എന്തൊക്കെയാണോ പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെ ചോദിച്ചും കണ്ടുമൊക്കെ അറിഞ്ഞ് നമ്മളത് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക. വാർത്തയിലൂടെ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൂടെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് പലരും കേൾക്കുന്നവരെന്താണ്, അതെന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും അത് ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അപ്പം അങ്ങനെയൊക്കെ കൂടി നമ്മൾ പോലീസുകാരെയും, അവർക്കൊരു മനസ്സുണ്ട്, അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഒരു പ്രശ്നം വീണ്ടും ഉണ്ടാവാതിരിക്കാൻ, സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇവർ മൂലം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ. എത്ര വലിയ തെറ്റ് ചെയ്യുന്നവർക്കും പറയാനൊരു ന്യായം കാണും എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പം അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തിനും 2 വശങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇവരാണ് രാപ്പകലില്ലാതെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ. അപ്പോൾ തിരിച്ച് നമുക്കും അവരോട് ചില കർത്തവ്യങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ട്. ചിലപ്പോൾ ഇങ്ങനെ റോഡിൽ വെയിൽ കൊണ്ട് ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, കുടയൊന്നുമില്ല. അപ്പം ഈ ക്ലബ്ബുകാരൊക്കെ അവർക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നത് ഞാൻ പത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ മാത്രം ഒതുങ്ങാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇവരുടെ മനസ്സിൻ്റെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്താണ് അവരുടെ പ്രശ്നമെന്നറിഞ്ഞ് അതിന് വേണ്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം അല്ലേ.
അപ്പോൾ അതിനുള്ള കാര്യം ആർക്കെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സമൂഹത്തിലെ കുറേ അനീതികളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കസ്റ്റഡി മർദ്ദനങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ മാറിക്കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ?